അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇപ്പം ഉമ്മനെയൊക്കെ കാണാൻ ഈവൻ വരുന്നുണ്ട്, എമി വരുന്നില്ല. കാരണം 2-3 ദിവസം നിൽക്കുമ്പോൾ സാജിദിന് ഇവിടെ ഭയങ്കര ബോറടിയായിരിക്കും. അതുകൊണ്ട് സാജിദ് പറഞ്ഞു എമീനെ കൊണ്ടുപോകാതിരുന്നാൽ നന്നായിരിക്കും പറഞ്ഞു. അപ്പം ഞങ്ങൾ പോയിട്ട് സൈൻല ബാൻഡിൽ പോയിട്ട് സൈൻല ബാൻ കഴിക്കണം, പിന്നെ ചീസ് ബോംബ് കഴിക്കണം, പിന്നെ കുറേ പൈസ ചിലവാക്കി വെക്കണം. ഉപ്പിൻ്റെതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞങ്ങൾ പോകുമ്പോൾ ആൾക്ക് വിഷമാണോ പറയൂ. ഞാൻ വരില്ലടി, ഞാൻ വരില്ല. ഇന്നലെ എന്നോട് കച്ചറുണ്ടാക്കിയില്ല, ഞാൻ വരില്ല. ഞാൻ ഫുള്ള് സാധനം സ്നേഹം അങ്ങനെ പരീക്ഷിക്കും, കച്ചറുണ്ടാക്കി സ്നേഹം പരീക്ഷിക്കും. ഇവിടെ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. ഇന്ന് അടിപൊളി ബിരിയാണി ബാക്കി ഫ്രിഡ്ജിൽ വെക്കണേ. എന്നോട് മമ്മി പോകുമ്പോൾ നിനക്ക് വിഷമമാണോ, നിനക്ക് സന്തോഷമാണോ? നീ ഹിന്ദി മലയാളം 5 പേജ് വെച്ച് എഴുതി എന്നെ അയച്ചില്ലെങ്കിൽ നിനക്ക്. എമ്മി, ഈ ചെടിയില്ലേ നമ്മുടെ ഈ സുന്ദരി ചെടിയുടെ പേരെന്താ അറിയോ നിനക്ക്? ഇത് ബ്യൂട്ടിഫുൾ ഫ്ലവർ അറിയത്, ഭയങ്കര രസം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫ്ലവറാണ്. ചൈനീസ് റെയിൻബോൾ എന്നാണ് ഈ ചെടിയുടെ പേര്. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ചട്ടിയിൽ ഇതിൻ്റെയൊക്കെ താഴെ മണ്ണുക്കാക്കിയാണ്. ചട്ടിയൊക്കെ ഭയങ്കരമായിട്ട് ഇവർ നിറഞ്ഞിട്ട് വലുതായിട്ടുണ്ടായിരുന്നു. നോക്കിയാൽ എൻ്റെ ചൈനീസ് റെയിൻബോൾ സൂപ്പറല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? കൊമ്പ് കുത്തിയാൽ മതി, നിറയെ പൂ ഉണ്ടാവണ്ടോ. അതൊക്കെ ഈ മുട്ടൊക്കെ പൂവുള്ള ഉണ്ടാവാനുള്ളതാ. അതെ, എല്ലായിടത്തും ഉണ്ട് ചൈനീസ്. ബാബ, ഈ ചെടിയുടെ പേരെന്താ അറിയോ? തുഷാരഗിരിന്ന് പൊക്കി കൊടുക്കുന്ന ഹണി റോക്ക് ട്രക്കിന് പോയപ്പോൾ തുഷാരഗിരിന്ന് പൊക്കി കൊടുക്കുന്നത് ഇത് ചൈനീസ് റെയിൻബോൾ. ഇതിൻ്റെ പേര് ചൈനീസ് റെയിൻ ബെൽ. കണ്ടോ, ഇവിടെ നിറയെ ഉണ്ട്. അമ്മേ, ഇനി വന്നിട്ട് വേണം ബാക്കി ചെടിയൊക്കെ റെഡിയൊക്കെ. എന്നാൽ ഞങ്ങൾ പോട്ടെ. സോ ഞങ്ങൾ പോവാണ്. ബായ്. 4 വരെ 10,000 ഫോട്ടോ ഞാൻ ഡിലീറ്റാക്കി കളഞ്ഞല്ലോ. അങ്ങനെ ഞാനും വിവമോളും കൂടെ വീട്ടിലെത്തി. ഒരു ദിവസം കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ എനിക്ക് കുറേ പരിപാടി ഉണ്ട് ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ ഉപ്പ കുറേ തേങ്ങയൊക്കെ പൊളിച്ചു വെച്ചിരുന്നു. അപ്പോൾ ആ പൊളിച്ച തേങ്ങയൊക്കെ ആട്ടാൻ വേണ്ടി മില്ലിൽ കൊണ്ടുപോയി കൊടുത്തു. അവർ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് കിട്ടുള്ളൂ എന്ന്. അത് എനിക്കും അനിയത്തിക്കും അനിയനും അവർക്കും എല്ലാവർക്കും കൂടി ഉപയോഗിക്കാനുള്ള ഒരു വെളിച്ചെണ്ണ കേട്ടോ. അത് കഴിഞ്ഞ് ഉപ്പനെയും കൂട്ടി പച്ചക്കറി ഷോപ്പിൽ പോയി കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചു. ശേഷം അന്നത്തെ ദിവസം തന്നെ ഞാൻ വൈകുന്നേരം ഫ്രിഡ്ജ് മൊത്തം ക്ലീൻ ചെയ്തു. ഫ്രിഡ്ജിൻ്റെ മുന്നത്തെ അവസ്ഥ ഞാൻ ഫോട്ടോ എടുത്തില്ല, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ബോധം കെടും. ഈ ഫ്രിഡ്ജ് ഈ രീതിയിലാക്കാൻ വേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. 2-2.5 മണിക്കൂർ പണിയെടുത്തിട്ടാണ് ഇങ്ങനെ ആയത്. ഫുള്ള് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഉള്ളിൽ ട്രേ ഒക്കെ വാഷ് ചെയ്ത് വെക്കണം. ട്രേ ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, പുതിയ ഫ്രിഡ്ജ് പോലെ. ഈ ഫ്രിഡ്ജ് ഞാനും ഉപ്പയും കൂടി വാങ്ങിച്ചതാട്ടോ. ഏകദേശം എനിക്ക് തോന്നുന്നു 25,000 എങ്ങനെ വിലയായിരുന്നു. അപ്പം ഞാനും ഉപ്പയും കൂടി ഈക്വലി പൈസ ഇട്ടിട്ട് ഒരു 15,000 ഞാനും 10,000 ഉപ്പയും അങ്ങനെ ഇട്ടിട്ട് വാങ്ങിച്ച പുതിയ ഫ്രിഡ്ജായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിച്ച ഫ്രിഡ്ജ് ഇങ്ങനെ എന്താ പറയുക, അലങ്കോലമായിട്ട് കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഇപ്പോൾ കുറച്ച് പുതിയ പാത്രങ്ങളൊക്കെ ഇനിയിപ്പോൾ നെസ്റ്റോയിൽ പോയിട്ട് വാങ്ങിക്കണം ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആൾക്കുകളൊക്കെ വാങ്ങിക്കാനുള്ള പ്ലാനാണ്. ഇനി പഴയ സാധനങ്ങളൊന്നും ഇതിൽ വെക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഉമ്മാൻ്റെ അടുത്ത്. അങ്ങനെ നെസ്റ്റോയിൽ പോയി കുറേ സാധനങ്ങളൊക്കെ ഉപ്പാനെ കൊണ്ട് വാങ്ങിപ്പിച്ചു. കുറേ പുതിയ പാത്രങ്ങൾ. കാരണം നെസ്റ്റോയിൽ ഇപ്പോൾ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി മതി എന്ന് പറയാനിട്ട് ഞാൻ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ആ സാധനങ്ങളൊക്കെ കയറ്റി. എങ്ങനെയുണ്ട് ഈ പാത്രം? 3 പാത്രത്തിന് 100 രൂപ, അതായത് 99 രൂപയ്ക്കാണ് ആ മഞ്ഞ മൂടിയുള്ള പാത്രം. അത് ഞാൻ 200 രൂപയ്ക്ക് 2 സെറ്റ് വാങ്ങിച്ചു. പിന്നെയും കുറേ പുതിയ പാത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സാധനങ്ങളായിട്ട് വെക്കും. അങ്ങനെ ഐ എം സോ ഹാപ്പി. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തപ്പോൾ തന്നെ വീട്ടിൽ വലിയൊരു പണി കഴിഞ്ഞു. അങ്ങനെ രാത്രിയായപ്പോൾ ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ടായി. അസീമും റിസയും മൈദിനും കൂടി വന്നു. ഇവരെൻ്റെ കസിൻസാണ്. കസിനും കസിൻ്റെ വൈഫും കുട്ടിയും. അസീമിൻ്റെ വീട്ടിലാണ് ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് 2-3 ഇയേഴ്സ് സ്റ്റേ ചെയ്തിരുന്നത് എടപ്പാടിൽ. അവരുടെ ഉപ്പയമ്മയ്ക്ക് ഇപ്പോൾ മരിച്ചുപോയി. ഉമ്മാൻ്റെ മൂത്ത ബ്രദറിൻ്റെ മോനാണ് കേട്ടോ. അസീം 9th ഞാൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന സമയത്താണ് ഞങ്ങളെ ഒരുമിച്ച് മിസ്റ്റർ ആൻഡ് മിസ്സിസ് അയ്യർ സിനിമയൊക്കെ കണ്ടിട്ട് സ്റ്റാർ മൂവീസിലൊക്കെ ഒരുമിച്ച് രാത്രി ലേറ്റ് നൈറ്റ് സിനിമയൊക്കെ കണ്ട് ഉണ്ടായിരുന്നത്. ഹീസ് ലൈക്ക് മൈ ഓൺ ബ്രദറാണ് എനിക്ക്. ഇപ്പോൾ നിസാം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഒരു കസിൻ എന്ന് ചോദിച്ചാൽ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാൾ അസീമാണ്. അൺഫോർച്ചുനേറ്റ്ലി അമ്മായിയും മാമനും ഇപ്പോൾ ഇല്ല. അങ്ങനെ അവർ വന്നു. കുറേ നേരം അവനാണെങ്കിൽ വന്നിട്ട് നാളെ അവൻ തിരിച്ചു പോവുകയാണ്. തിരിച്ച് അബുദാബിയിൽ പോവുകയാണ്. പക്ഷെ അവന് പോകണമെന്നില്ലാന്ന് തോന്നുന്നു. അവനിങ്ങനെ വീണ്ടും ഞങ്ങൾ 12 മണിയൊക്കെ ആയപ്പോൾ നീ പൊയ്ക്കോടാ, ഇനി ലേറ്റ് ആവേണ്ട മോനെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവന് പോകുന്നില്ല. ഞങ്ങൾ തന്നെ റോഡ് സൈഡിലൊക്കെ പോയി കുട്ടീനെയും കൊണ്ട് കുറേ നേരം വണ്ടിയൊക്കെ കാണിച്ചു. ഇപ്പോഴാട്ടോ കുട്ടീൻ്റെ അടുത്തേക്ക് വന്നത്. കുട്ടിക്ക് റോട്ടിലെത്തിയപ്പം വണ്ടിയൊക്കെ കണ്ടപ്പോൾ കുറച്ച് സന്തോഷമായി.
നമ്മളുടെ വീട് NH66 അടുത്താണല്ലോ, എന്ന് വെച്ചാൽ സൈഡിൽ തന്നെയാണ്. അപ്പോൾ അത് രാത്രി ആയി കഴിഞ്ഞാൽ ഒരു ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ്. കാരണം റോട്ടിലൂടെ വണ്ടിയൊക്കെ പോകും നോക്കിക്കുക. ഞാനെപ്പോഴും രാത്രി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം റോഡിൽ പോയിട്ട് ഇങ്ങനെ അവിടെ ആകുമ്പോൾ ഇങ്ങനെ നോക്കും വണ്ടികൾ പോണതൊക്കെ. എനിക്കൊരു മെട്രോ സിറ്റിയുടെ അടുത്ത് താമസിക്കുന്ന ഒരു ഫീലാണ് ഇപ്പോൾ വീട്ടിൽ പോകുമ്പോൾ. അങ്ങനെ അവരെ മെല്ലെ ഉന്തി പറഞ്ഞയക്കുക ചെയ്തത്, കാരണം ലേറ്റ് നൈറ്റ് അവർ ഡ്രൈവ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ അവരെ പറഞ്ഞയച്ച് പിന്നെ ഞാൻ വീട്ടിലേക്ക് വന്നു. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് NH66 വന്നിരിക്കുന്നത്. ഇവിടെയാണ് എൻ്റെ വീട്. എൻ്റെ വണ്ടിയുടെ ദിസ് ഈസ് മൈ ഹൗസ്. എൻ്റെ കസിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസിൻ ഇപ്പോൾ അവർ പോയിപ്പോൾ ഏകദേശം 11:30 ആയി. അവരിപ്പോൾ ഇതിലേ വരും. ഫസീമ പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സങ്കടം. കാരണം അനിയനും അനിയൻ്റെയൊക്കെ വന്ന പോലത്തെ ഒരു ഫീലിംഗ് തന്നെയാണ് അവനെ കാണുമ്പോൾ. ഞാൻ പിന്നെയും കുറേ സമയം അവൻ്റെ വണ്ടി വരുന്ന വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിന്നു. കാരണം ഞങ്ങളുടെ ഇവിടെ തന്നെ വീടിൻ്റെ അടുത്ത് എക്സിറ്റും ഉണ്ട് എൻട്രിയും ഉണ്ട്. കോട്ടക്കലിൻ്റെ എക്സിറ്റും എൻട്രിയും ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലാണ്. അപ്പോൾ അവരെങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം എനിക്കൊരു റോങ് ആയിട്ടുള്ള കാറാട്ടോ. ആക്ച്വലി ഇതല്ല അവരുടെ കാർ. അപ്പോൾ റെഡ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണെന്ന്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയും അവരെ കാണാനില്ലല്ലോ ഡ്രൈവിംഗ് സീറ്റിൽ. പക്ഷേ ഇതല്ല അവൻ്റെ കാർ, അടുത്ത കാറായിരുന്നു. ഓക്കെ, ഈ കാറല്ല കേട്ടോ, ഇനി വരുന്ന കാർ കണ്ടോ. ആ കാറിൽ അവൻ എന്നെ ടാറ്റ കാണിക്കുന്നുണ്ട്, ബായ്. അയ്യോ, എനിക്ക് വിഷമമായി അവർ പോയി കഴിഞ്ഞപ്പോൾ. കാരണം നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ നമ്മളെ കാണാൻ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമമാണ്. രാത്രി 12 മണിക്ക് റോഡിൽ കൂടെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാത്രി ഇങ്ങനെ റോഡിലേക്ക് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ ഒരു വിശാലമായ റോഡ് തന്ന നിതിൻ ഗഡ്കരിക്കും പ്രിയ മോദിജിക്കും. അങ്ങനെ വീട്ടിൽ വന്ന രണ്ടാമത്തെ ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം കസിന് വന്നു, ഫ്രിഡ്ജ് ക്ലീനാക്കി. അങ്ങനെ ഇന്നത്തെ ദിവസം ഞാൻ വളരെ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പോയി. അങ്ങനെ വീട്ടിൽ പോയ മൂന്നാമത്തെ ദിവസം രാവിലെ തന്നെ പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഉപ്പയും ഉമ്മയും ഞാനും ഈവയും കൂടി ഉപ്പയുടെ ചെറിയ സിസ്റ്ററുടെ വീട്ടിൽ പോവാണ്. ഇത് അസറ്റ് ഗുൽമോഹറിലുള്ള ഇവരുടെ പുതിയ ഫ്ലാറ്റാണ്. ഇവരിങ്ങോട്ട് താമസം മാറിയ ശേഷം ഞാൻ ഇതുവരെ ഇവിടെ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ അമ്മായിനെ കാണാൻ വേണ്ടി പോയതാണ്. അങ്ങനെ കുറച്ച് സമയം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത ശേഷം ഉമ്മയും അന്ന് തന്നെ തിരിച്ചു പോവുകയാണ്. ഞാനും ഇവ ഇവിടെ സ്റ്റേ ചെയ്യും. അപ്പോൾ കുഞ്ഞാൻ്റെ ഇങ്ങനെ ഉപ്പനോട് പറയുന്നുണ്ട്, ഇനി പോകരുത് കേട്ടോ, മിസ്സായ പോലെയൊക്കെ. എനിക്ക് കുഞ്ഞാൻ്റെക്ക് ഭയങ്കര വിഷമമുണ്ട് തോന്നുന്നു. അത് കഴിഞ്ഞ് റൂബിയും ജസ്നയും ഞാനും ഇവയും കൂടി ഒരു സിനിമയ്ക്ക് കയറി. ഇഡ്ലിപ്പൊടി എന്ന് പറയുന്നത്, ഇഡ്ലിപ്പൊടി അല്ലാതെ ഇഡ്ലി കട എന്ന് പറഞ്ഞ സിനിമ. നല്ല സിനിമയായിരുന്നു. ഒരു ഫീൽ ഗുഡ് മൂവി. ഭയങ്കര ഒരു ആവേശം ഓളം ഒന്നുമില്ലാത്ത ഒരു നല്ലൊരു കുഞ്ഞു സിനിമ. അങ്ങനത്തെ റിലാക്സിങ് സിനിമ നമ്മൾ കാണണമല്ലോ. നെക്സ്റ്റ് ഡേ ഞങ്ങൾ തിരിച്ചു പോകാനായിട്ടുണ്ട്. കുട്ടികളൊക്കെ ഇവിടെ കളിക്കുകയാണ്. കുഞ്ഞാൻ്റെ വീടെന്ന് പറഞ്ഞാൽ എനിക്കെൻ്റെ സ്വന്തം വീട് പോലെ കേട്ടോ. അങ്ങനെ ഈവയും കുഞ്ഞൂസും ഇഷാനും ഒക്കെ കുറച്ച് സമയം കളിച്ചു. ഖദീജ ആൻറ്റീനെയും ജസ്നനെയും റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ഇറക്കി തരാം. അത് കഴിഞ്ഞ് ഈവയ്ക്ക് നേരെ ബീച്ചിൽ പോകണം പറഞ്ഞിരുന്നു. അങ്ങനെ ബീച്ചിലെത്തി. ബീച്ചിൽ ഈവനെ കൊണ്ട് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തു. കോഴിക്കോട് ബീച്ചിൽ രാവിലെ വന്നിരിക്കുമ്പോൾ അധികം റഷൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നല്ല രസമാട്ടോ. ചെറിയൊരു വെയിലുണ്ട്. ഇന്ന് വേലിയിറക്കാൻ തോന്നുന്നു. കാരണം തിരകളൊക്കെ വളരെ കുറവാണ്. വെക്കേഷനാണ്, പൂജ ഹോളിഡേയ്സാണ്. പക്ഷേ ഒരുപാട് ആളുകളൊന്നുമില്ല. കുറച്ച് ആളുകൾ കുളിക്കുന്നുണ്ട്, കുറച്ച് പേര് മീൻ പിടിക്കുന്നുണ്ട്. ഈവ അവിടെ ഒരു പരുന്തുണ്ടായിരുന്നു ഒരു മരത്തിന് മുകളിൽ തൊട്ടടുത്ത് തന്നെ. എന്തോ ഇഞ്ചുറി പറ്റിയത് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോഴാണ് മനസ്സിലായത് ഞാനല്ല ഇവമോള് ചാർജർ മറന്നു വെച്ചിട്ടുണ്ട് കുഞ്ഞാൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ റൂബി വിളിച്ചിട്ട് പറഞ്ഞു ചാർജർ ഉണ്ട്. അപ്പോൾ റൂബി ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അത് എടുത്ത് കൊണ്ടുതരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളൊരു 1 hour ബീച്ചിൽ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാ ഇവിടെ മീനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. നോക്ക്, നിനക്ക് വേണോ പ്രോൺസ്? കുഴി കുഴിച്ചിടണോ? കോഴിക്കോട് ബീച്ചിന് എൻ്റെ മനസ്സിലൊരു പ്രത്യേക സ്ഥാനമുണ്ട്. നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു രഹസ്യമാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റായിട്ട് വന്നിട്ടുള്ള ഒരു ബീച്ച് ഓർമ്മ എന്ന് പറയുന്നത് കോഴിക്കോടാണ്. എൻ്റെ ഉപ്പ ഡോക്ടർ ശാന്തകുമാറിൻ്റെ അടുത്ത് അഡ്മിറ്റായ സമയത്ത് ഉപ്പനെ കണ്ട് വിഷമിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഉപ്പയുടെ തന്നെ കസിൻ കുഞ്ഞപ്പ കാക്ക എന്നെ ഈ ബീച്ചിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനൊരു പച്ച ഉടുപ്പിട്ടിട്ട് ഈ ബീച്ചിലൂടെ ഓടുന്നത് എൻ്റെ ഒരു നല്ല ഓർമ്മയാണ് ഇപ്പോഴും ആലോചിക്കുമ്പോൾ. പിന്നെ ഈ ട്രിപ്പിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പകൽ 3 രാത്രിയായി ഞാൻ സാജിദിനെയും മെമീനെയും വീട്ടിലാക്കി ഞാനും ഇവയും കൂടി പുറത്തിറങ്ങിയിട്ട് വീട്ടിൽ പോയി സ്റ്റേ ചെയ്തു. കുഞ്ഞാൻ്റെ അടുത്ത് വന്നു. ഞാനും ഇവയും കൂടി സിനിമയ്ക്ക് പോയി, കറങ്ങാൻ പോയി, ഭക്ഷണം കഴിക്കാൻ പോയി, ഷോപ്പിംഗ് ചെയ്തു. ഈ 4 ദിവസത്തിലും ഞങ്ങൾ ഒരിക്കൽ പോലും ആർഗ്യുമെൻ്റ് ഉണ്ടായിട്ടില്ല. അപ്പം ഒരു അഡോളസെൻസിലുള്ള മോളും ഒരു മിഡിൽ ഏജിലുള്ള മദറും കൂടി ട്രാവൽ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി കുറേ ആർഗ്യുമെൻറ്റ്സും വഴക്കും പരിഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ 4 ദിവസം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു അച്ചീവ്മെൻ്റായി തോന്നി കേട്ടോ. സോ ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ട്രിപ്പ് വിത്ത് ഈവ.
ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. വരുന്ന വഴി എടവണ്ണപ്പാറ മമതയിൽ കയറി നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ വ്ളോഗ്. അപ്പോൾ ഇടയ്ക്ക് മക്കളെ കൂട്ടിയിട്ട് ഇതുപോലെ ഒറ്റയ്ക്ക് ഹസ്ബൻഡൊന്നും ഇല്ലാതെ കറങ്ങാൻ പോവുക എല്ലാവരും. എന്നിട്ട് ഇതുപോലത്തെ അടിപൊളി വ്ളോഗൊക്കെ എടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.